എടോ, താനിങ് വന്നേ. എന്താ എന്താ തൻ്റെ പേര്? എൻ്റെ പേര് വിനോദ് എന്നാ. വിനോദ് ഇവിടെ ഏത് പോസ്റ്റിലാ? ഞാനിവിടെ പ്യൂണാ സാറേ. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ബാങ്കിൻ്റെ എറണാകുളത്തെ ഒരു ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അർച്ചനയൊന്ന് കാണാൻ വന്നതാ. വന്നപ്പോൾ അവൾ ലീവിലാണെന്ന് അറിഞ്ഞു. അല്ല, എവിടെയാണ് അർച്ചന താമസിക്കുന്നത്? അർച്ചന മേഡം താമസിക്കുന്നത് ഇവിടെ ഏത് ഹോസ്റ്റലിലാണെന്ന് തോന്നുന്നു സാറേ. എനിക്കതേപ്പറ്റി കൃത്യമായി അറിയില്ല. ഹോസ്റ്റലിലോ? അവളേതോ വാടക വീട്ടിലാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സാർ, എനിക്കതറിയില്ല. എങ്കിലേ അർച്ചനയുടെ മൊബൈൽ നമ്പർ താൻ എനിക്കൊന്ന് താ. അയ്യോ സാറേ, എനിക്ക് അതും അറിയില്ല. എന്താടോ താൻ ഈ പറയുന്നത്? ഈ ബാങ്കിലെ പ്യൂണായി തനിക്ക് പിന്നെ എന്തറിയാം? ഇവിടെ ഇതെന്തൊരാൾക്കാര്! ഈ ബാങ്കിൽ ആർക്കും അറിയില്ല കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ താമസ സ്ഥലവും ഫോൺ നമ്പറും. ഇയാള് വെറുതെ പറയണ്ട. എന്താ തനിക്ക് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം. സാർ, അത് പിന്നെ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഇത് പണിയാവുന്നാ തോന്നുന്നേ. പോയോ മാഡം? പോയെന്ന് തോന്നുന്നേ. വിനോദേ, അയാൾ പുറത്തെങ്ങനെ നിൽക്കുന്നുണ്ടോന്ന് നോക്കി. അയാളൊരു കാറിൽ കയറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിനോദിനപ്പോ അങ്ങനെ ഒരു സംശയം തോന്നിയത് ഭാഗ്യായി അല്ലേ മാഡം? എന്ത് ഭാഗ്യം! ശ്രുതിക്ക് ഇനിയും വരാലോ. അർച്ചനയെ തടഞ്ഞു നിർത്തിയത് രാജീവനാ. അയാള് വന്നപ്പോ അർച്ചന ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വീണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അർച്ചന അങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വേറൊരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രുതിയെ കണ്ടിട്ട് സത്യത്തിൽ ആളൊരു കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അർച്ചന ഭയന്നിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കത് പറയേണ്ട എന്ത് കാര്യമുള്ളൂ? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അമ്മ ശ്രുതിയെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്നാ. സത്യത്തിൽ ശ്രുതിക്ക് ഒരു നല്ല ജീവിതം അമ്മ ആഗ്രഹിക്കുന്നില്ല അങ്കിൾ. ഒരു കുടുംബമായി കഴിയുന്ന ശ്രുതിയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളെ അമ്മ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ജയന്തി എന്ത് ന്യായീകരിച്ചു നമ്മോട് പറയുന്നത്? ശ്രുതിയെ എപ്പോഴും ശാസിക്കാനും നേർവഴിക്ക് നടത്താനാണ് ജയന്തി ശ്രമിക്കുന്നത്. ഞാനത് വിശ്വസിക്കില്ല. മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ല അമ്മ. അർച്ചനയ്ക്കൊരു ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. ഞാനും എന്റെ കുഞ്ഞും എന്ത് ചെയ്യണമെന്ന് കൂടി അമ്മ പറഞ്ഞു തരണം. നിന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചൊരു തീരുമാനമെടുക്കാൻ ജയന്തിക്കോ അളിയനോ കഴിയില്ല. മോളത് ആദ്യം മനസ്സിലാക്കണം. ഇനി ജയന്തിയോ ശ്രുതിയോ അത് ആഗ്രഹിച്ചാൽ പോലും ശ്രുതിയുടെ ജീവിതത്തിലേക്ക് അർച്ചന കടന്നു വരാനും പോകുന്നില്ല. ആ ഒരു ഉറപ്പിലാ അങ്കിൾ ഞാനും ജീവിക്കുന്നത്. അർച്ചനയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. മോൾ അങ്ങനെ ഒരു ശ്രമം നടത്തരുത്. അർച്ചനയെ കണ്ടിട്ട് പ്രത്യേകിച്ച് എന്ത് നേട്ടമാ മോള് പ്രതീക്ഷിക്കുന്നത്? അവൾ അന്നും ഇന്നും ശ്രുതിക്കൊപ്പം ജീവിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് എന്ത് അപേക്ഷയായിട്ടാണ് മോള് ചെല്ലുന്നത്? അവള് ശ്രുതിയെ കൈയടക്കി വെച്ചിരിക്കുന്നെങ്കിലല്ലേ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. സ്വന്തം വില കളഞ്ഞു കുളിക്കാനാ മോള് ഇപ്പൊ ശ്രമിക്കുന്നത്. ഇതുവരെയും ശ്രുതി അർച്ചനയുടെ അടുത്തേക്ക് പോയിട്ടില്ല. അർച്ചന ശ്രുതി അവഗണിച്ച് കളയുമെന്ന പേടി കൊണ്ട് തന്നെയാ ശ്രുതി പോവാത്തത്. ശബരിയും ഫൈസിയും ശ്രുതിയെ പറഞ്ഞ് അടക്കി നിർത്തിയതുകൊണ്ടാ ശ്രുതി അതിന് ധൈര്യം കാണിക്കാത്തത്. ശ്രുതി ഇതുവരെ അർച്ചനയെ കാണാൻ പോയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ തമ്മിൽ കണ്ട അങ്ങള് കരുതും പോലെ അർച്ചനയ്ക്ക് ശ്രുതി ഒഴിവാക്കി വിടാൻ പറ്റില്ല. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എനിക്കറിയാം. ശ്രുതിയെ നേരിട്ട് കാണാൻ അർച്ചനയ്ക്കും ധൈര്യം ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് അവൾ ഇത്രയും കാലം സുധിയിൽ നിന്നും മറഞ്ഞിരുന്നത്. അങ്കിള് കരുതുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇക്കാര്യത്തിൽ ഇത്രയും ടെൻഷൻ ആവുന്നതെന്ന്. സുധി എന്റെ ഭർത്താവാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. എന്നിൽ നിന്ന് ഡിവോഴ്സ് നേടാതെ സുധിക്ക് മറ്റൊരു പെണ്ണിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. കേൾക്കുന്നവർ മനസ്സിലൊക്കെ ഇത്തരം ചിന്തകളെ ഉണ്ടാവും. എന്നാൽ അങ്കിള് മനസ്സിലാക്കുക ഒരു കാര്യം ഞാൻ പറയാം. സുധി നിയമപരമായി അല്ലാതെ അർച്ചനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന താലികെട്ടാ അത്. സുധി തന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി അങ്കിള് പറ, ഞാൻ അവളെ കാണാൻ പോകുന്നേ തെറ്റുണ്ടോ? സുധി വീണ്ടും അവളുടെ അടുത്ത് ചെന്ന് അവൾ പതറി പോവുക തന്നെ ചെയ്യും. അതിനു മുമ്പ് എന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുതെന്ന അപേക്ഷയുമായി എനിക്ക് അവളുടെ മുന്നിലെത്തണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഒന്നാലോചിച്ച മോള് പറയുന്നത് ശരിയാ. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും മോളെ എന്നെ കൂടി അറിയിക്കണം. അറിയിക്കാം അങ്കിൾ. എനിക്കിപ്പോൾ ആശ്രയമായിട്ടുള്ളതും അങ്കിളും ശബരിയും മാത്രമാ. കൂടെ നിന്ന് നിങ്ങൾ എന്നെ ചതിക്കാതിരുന്നാൽ മാത്രം മതി. ഒരിക്കലും അതുണ്ടാവില്ല മോളെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ അങ്കിൾ. ശരി. മോളെ എന്താ വിഷമിച്ചിരിക്കുന്നേ? അത് പിന്നെ സുധി ബാങ്കിൽ വന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങൾ തമ്മിൽ കണ്ടോ? ഇല്ല, ഞാൻ ഡൈനിങ് റൂമിൽ ഇരുന്നപ്പോഴാണ് സുധി വന്നത്. ഡേസി മേഡം ഞാൻ ലീവിലാണെന്ന് പറഞ്ഞ് സുധിയെ മടക്കി അയച്ചു. അപ്പൊ തമ്മി കണ്ടില്ലല്ലേ? സുധി അത് വിശ്വസിച്ചു പോയി. പക്ഷെ പുറത്തിറങ്ങി ബാങ്കിലെ പ്യൂൺ വിനോദിനോട് എൻ്റെ താമസ സ്ഥലവും ഫോൺ നമ്പറും ഒക്കെ ചോദിച്ചു. വിനോദ് അത് കൊടുത്തില്ല. സുധിയോട് സംസാരിച്ചിട്ട് വിനോദ് പറഞ്ഞത് സുധി മദ്യപിച്ചിട്ടാ വന്നതെന്നാ. എന്തായാലും മോൾ ആഗ്രഹിച്ചതുപോലെ സുധി സാറിനെ കാണാതിരിക്കാൻ പറ്റിയല്ലോ. സുധി ഇനി വരുമെന്ന് ഉറപ്പായി. എല്ലാം ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും പോയാൽ മതി എന്നാ ഇപ്പൊ തോന്നുന്നത്. പക്ഷെ ഇതിനിടയില ആ ചെവള ജയിലിൽ ചാടി വന്നിരിക്കുന്നത്. അയാളെ എന്തിനാ മോള് പേടിക്കുന്നേ? ചെവളയുടെ കാര്യം വിഷ്ണു അറിഞ്ഞു. സജിയും വിഷ്ണു തമ്മിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നല്ല ഉദ്ദേശത്തിലല്ല അവൻ വിഷ്ണുവായി അടുത്തിരിക്കുന്നത്. അവനിവിടെ മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പോവാന്ന്. അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് വിഷ്ണു. അപ്പോ സജി കരുതിക്കൂട്ടി തന്നെയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും മോൾക്കും രേവതിക്കും അവനൊരു ഭീഷണി തന്നെ. അതെ കാർത്തു ചേച്ചി, സജി പറഞ്ഞ ചെവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു അറിയുന്നത്. എന്നിട്ട് വിഷ്ണുവിനോട് മോൾ എന്ത് പറഞ്ഞു? ഞാനൊരു ഒഴുക്കമട്ടില്ല അവനോട് മറുപടി പറഞ്ഞത്. അവനത് വിശ്വസിച്ചു എന്നറിയില്ല. മോളോട് കാര്യങ്ങൾ പറഞ്ഞ നിലയ്ക്ക് വിഷ്ണു അത് രേവതിയോടും സംസാരിക്കും. മോള് അവളെ ചെന്ന് കാണണം. വിഷ്ണുവിന്റെ സംശയങ്ങളൊക്കെ മുളയിലേ നുള്ളിക്കളയണം. അതിന് രേവതിക്ക് മാത്രമേ കഴിയൂ. എന്തായാലും നാളെ ഞാൻ അവളെ പോയി ഒന്ന് കാണാൻ ചേച്ചി. വിഷ്ണു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറയില്ലെന്നാ എൻ്റെ വിശ്വാസം. എന്തിനു വെറുതെ അവളെ കൂടെ വിഷമിപ്പിക്കണം? മോളെ അതവിടെ നിൽക്കട്ടെ. സുധി സാറിനെ നിയന്ത്രിക്കാൻ വിശ്വനാഥ സാറ് വിചാരിച്ച നടക്കത്തില്ലേ? നിരഞ്ജനയ്ക്ക് കഴിയാത്തതാണോ വിശ്വനാഥൻ സാറിന് കഴിയുന്നത്? മാത്രമല്ല അമ്മയുടെ മൗനസമ്മതവും സുധിക്കുണ്ട്.
സുധിസാറിന്റെ അമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. നിരഞ്ജനയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള കഴിവില്ലെന്ന് ജയന്തി മാഡത്തിനും വിശ്വനാഥ് സാറിനും ഇപ്പോഴും അറിയില്ല. സുധിസാർ അത് വെളിപ്പെടുത്തിയ പിന്നെ മോളെ കാണാൻ വരുന്നത് സുധിസാർ ആയിരിക്കത്തില്ല, ജയന്തി മാഡം ആയിരിക്കും. അവര് വന്ന് അവരുടെ വീട്ടിലേക്ക് മോളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അതിനുശേഷമേ നിരഞ്ജന സത്യങ്ങളെല്ലാം അറിയൂ. അപ്പോൾ മോളുടെ കുഞ്ഞിനെ വിട്ടു തന്നിട്ട് നിരഞ്ജനയ്ക്ക് പോകേണ്ടിയും വരും. അങ്ങനൊന്നും പറയില്ലേ കാർത്തു ചേച്ചി. സ്വന്തം കുഞ്ഞാണിപ്പോ കൂടെയുള്ളതെന്ന സത്യം സുധി തിരിച്ചറിഞ്ഞ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും സംഭവിക്കുന്നത്. അതിൽ പല ജീവിതങ്ങളും തകർന്നു വീഴും. അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. ചേച്ചി ലീവെടുത്ത് വീട്ടിലിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. സുധിസാറിനെ പേടിച്ച് മാറി നിൽക്കുന്നതാ മറ്റുള്ളവരിൽ ഓരോ സംശയം ഉണ്ടാക്കുന്നത്. ആ മനുഷ്യൻ ബാങ്കിൽ വരുമ്പോൾ ചേച്ചി അവിടെ ഇല്ലാതിരുന്ന അവിടെയുള്ളവർക്ക് മറ്റു പല സംശയങ്ങളും തോന്നും. സുധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാ മോളെ ഞാൻ ലീവ് എടുത്തത്. സുധി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയ കാര്യമൊക്കെ സുധിക്കറിയാം. എതിർത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സുധി അതൊക്കെ വിളിച്ച് പറയും. ഞാനവിടെ ഇല്ലെങ്കിൽ സുധി വന്നിട്ട് മടങ്ങിപ്പോയിക്കോളൂ. കുറച്ച് ദിവസം കയറി ഇറങ്ങിയിട്ട് അയാൾ മടുത്തു പോകാനൊന്നും പോകുന്നില്ല. അയാളോട് സംസാരിച്ച് തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ വേണ്ടത്. സുധിയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. തഞ്ചത്തിൽ പറഞ്ഞാലൊന്നും സുധി അത് ചെവിക്കൊള്ളില്ല. ഞാനിവിടെ പേടിച്ചിട്ടാ ജീവിക്കുന്നത്. വിഷ്ണുവേട്ടൻ്റെ കൂടെ സജി ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. അവനെന്തിനിവിടെ വന്നു? അവൻ്റെ അനിയത്തി ഇവിടെ നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അത് കള്ളവോ? ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് അവൻ വന്ന് വിഷ്ണുവേട്ടനെ കണ്ടതാ. എന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ചു. അവനിവിടെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങണോ അത്രേ. എനിക്കാകെ പേടിയാവുന്നു ചേച്ചി. അതിനിടയില ചെവള രാഘവനെ കുറിച്ച് വിഷ്ണുവേട്ടൻ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചത്. വിഷ്ണു എങ്ങനെ ആ വിവരം അറിഞ്ഞു? അതും സജി പറഞ്ഞതാ. അച്ചുവേച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ വിഷ്ണുവേട്ടനോട് പറയും. ഓരോന്നോർത്തിട്ട് എനിക്ക് ഉറക്കം പോലും ഇല്ല. നിന്നെ ഒന്ന് കണ്ട ഒരല്പം മനസ്സമാധാനം കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ എന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയല്ലോ മോളെ. ചേച്ചി വിഷമിക്കണ്ട, അമ്മയെ കണ്ടിട്ട് പോയാൽ മതി. വാ. ഞാൻ ഒട്ടും അതിശയോക്തി കലർത്തി പറഞ്ഞതല്ല ജയന്തി. എനിക്കതറിയില്ലേ. പഴയ ആൽബം ജയന്തി ഒന്ന് എടുത്തു നോക്ക്. മോനെ കണ്ട സുധിയെപ്പോലെ തന്നെയുണ്ട്. അച്ഛന്റെ ഒരു മുഖഛായ പലപ്പോഴും കുട്ടികൾക്ക് വരാറുണ്ട്. പക്ഷേ ഇത് കണ്ട ആരും അത്ഭുതപ്പെടും. ശരിക്കും സുധി തന്നെയാ. പിന്നെ ഇപ്പോഴും സുധി നിരഞ്ജനെ എറണാകുളത്ത് നിൽക്കേണ്ട എന്ത് കാര്യമുള്ളത്? ആച്ചിയമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാ നിരഞ്ജന ഇപ്പോൾ കോടതി പോകുന്നത്. നിരഞ്ജന തന്നെയല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാവും? അതിന്റെ ഫലം ഇപ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർച്ചനയെപ്പറ്റി ഇവിടെ വെച്ചാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ തനിച്ച് ടെൻഷൻ മുഴുവൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നിരഞ്ജനയുടെ മുമ്പിൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സുധിക്കിപ്പോ ഉണ്ട്. എന്നിട്ടും സുധി ഇപ്പോൾ അടങ്ങി നിൽക്കുന്നത് അർച്ചനയിൽ നിന്നും അനുകൂലമായി ഒരു മറുപടിയും കിട്ടില്ലെന്ന് മനസ്സിലാക്കി തന്നെയാ. അവര് തമ്മില് ഇതുവരെ കണ്ടില്ലെന്നാ കേൾക്കുന്നത്. എങ്ങനെ കാണും? അർച്ചന സുധിയെ കാണാൻ തയ്യാറായാലല്ലേ സുധിയുടെ ആഗ്രഹം നടക്കൂ. നാണം കെടുവെന്ന് പേടിച്ചിട്ടാ സുധി അർച്ചനയുടെ മുമ്പിൽ പോകാത്തത്. ഇത് ഗീതയോട് പറഞ്ഞത് നിരഞ്ജനയാണോ അതോ ശബരിയാണോ? ശബരി എന്നോട് പറഞ്ഞത്. അവൻ പറയുന്നത് സുധി അല്ല അർച്ചനയെ പോയി കാണേണ്ടതെന്നാ. പിന്നെ ആരാ? ജയന്തിക്ക് ഇനി മനസ്സിലായില്ലേ? ഇല്ല. നിരഞ്ജനെ അർച്ചനയും തമ്മിലാ കാണേണ്ടതെന്നാ ശബരി പറയുന്നത്. എന്തിന്? അർച്ചന തന്റെ തീരുമാനങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടത് നിരഞ്ജനയോടാ.
മറ്റു പെൺകുട്ടികളെപ്പോലെ അല്ല നിരഞ്ജന. അവൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അവര് തമ്മിൽ കണ്ടെന്നറിഞ്ഞ സുധിക്ക് അർച്ചനയെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഇല്ലാതാവും. പിന്നെ അർച്ചന എന്ന പേര് പോലും നിരഞ്ജനയുടെ മുമ്പിൽ പറയാൻ അവൻ മടിക്കും. എന്തായാലും നിരഞ്ജനയ്ക്ക് അർച്ചനയെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ ശബരി അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കാത്ത? ഇപ്പൊ സുധീ നിരഞ്ജനെ ഒന്നിച്ച് ജീവിച്ചു പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്നത് അവനല്ലേ? അവന്റെ മനസ്സിലതുണ്ട്. അവര് തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായാൽ നിരഞ്ജനയുടെ ടെൻഷൻ മാറിക്കിട്ടും. അർച്ചനയ്ക്കും ആശ്വാസം കിട്ടും. സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുകയാണ്. ഇപ്പൊ ഞാനും അത് ആഗ്രഹിച്ചു തുടങ്ങി. പക്ഷേ എനിക്കതാരോടും പറയാനാവില്ല. വിശ്വേട്ട അറിഞ്ഞ എന്നെ കൊല്ലാനും മടിക്കില്ല. അർച്ചനയോട് വെറുപ്പുള്ളതുകൊണ്ടാണ് വിശ്വേട്ടൻ അതിന് സമ്മതിക്കാത്തത്. നിരഞ്ജന അപേക്ഷയുമായി അർച്ചനയെപ്പോലൊരു പെണ്ണിന്റെ അടുത്തേക്ക് പോകുന്നത് വിശ്വേട്ടന് അപമാനമാണ്. എന്താ അതിൽ സംശയം? എനിക്കിങ്ങനൊരു താല്പര്യമുള്ളതായി ആരും അറിയാനും പാടില്ല. ഗീത ശബരിയോടൊന്ന് പറയേ. സുധി എത്തുന്നതിന് മുമ്പ് നിരഞ്ജനെ അർച്ചനയുടെ മുന്നിൽ എത്തിക്കാം. പക്ഷേ അർച്ചനയെ അറിയിക്കാനൊന്നും നിൽക്കരുത്. ഞാൻ അവനോട് പറയാം. എവിടെ പോകാനും ആരുടെ കാല് പിടിക്കാനും പാവം നിരഞ്ജന ഇപ്പോൾ തയ്യാറാണ്. അവൾക്കൊരു കുഞ്ഞായി പോയില്ലേ? ഗീത പറയുന്നത് ശരിയാ. ഈ പ്രശ്നങ്ങൾക്കുള്ള ഏക പോംവഴി അത് തന്നെയാ. നിൽക്കേണ്ടവർ നിൽക്കും, അല്ലാത്തവർ ഒഴിഞ്ഞു പോകും. എന്തായാലും അതൊരു ശുദ്ധികലശം തന്നെയാവും. അമ്മേ, ദേ വിഷ്ണുവേട്ടന് രവിതേച്ചൻ വന്നു. ചേച്ചി, അച്ഛന്റെ പനിയൊക്കെ കുറവുണ്ടോ മോളെ? കുറവുണ്ട്. എന്താ അമ്പിളി അങ്ങോട്ടൊന്നും വരാത്തെ? അത് വിഷ്ണുവേട്ടൻ വാ. വാ അമ്മേ, മോളെ. നിങ്ങളെന്താ മക്കളെ ഒരു അറിയിപ്പുമില്ലാതെ പെട്ടെന്ന്? അച്ഛന് പനിയാണെന്ന് അറിഞ്ഞതാ. ആ, പനിയൊക്കെ കുറഞ്ഞു, പക്ഷേ നല്ല ശരീരവേദനയുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാ പനിയൊന്ന് കുറഞ്ഞത്. മോനെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അതുപോലെയൊക്കെ തന്നെയാ. ആ, അപ്പൊ നിങ്ങൾ ഇറങ്ങി വന്ന അമ്മയ്ക്ക് അവിടെ കൂട്ടിനാരുണ്ട്? അവിടെ ബിന്ദു വന്നിട്ടുണ്ട്. ആ, അവള് വന്നപ്പോഴാ ഇങ്ങോട്ടൊന്ന് വരാൻ തീരുമാനിച്ചത്. ആ, നിങ്ങൾ വന്ന കാലം നിൽക്കാതെ പോയി ഡ്രസ്സൊക്കെ മാറ്. എന്നാലും മോളെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? വീട്ടിലേക്ക് വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് വേണോ അമ്മേ? എങ്കിലും നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ വരുമ്പോ വായിക്ക് രുചിയായിട്ട് വല്ല വെച്ചുണ്ടാക്കി തരണ്ടേ? ആ, നീയൊന്ന് സമാധാനപ്പെടുത്തിയാമളെ. ഞാൻ ആശാനെ വിളിച്ച് പറയാം. അയാള് കുറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ട് വരും. ഓ, അതിനിപ്പോ അച്ഛൻ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ചിക്കൻ അല്ലേ വേണ്ടത്? ഞാൻ വാങ്ങിച്ചിട്ട് വരാം. മോനെ. മോനിവിടെ പരിചയമൊന്നുമില്ലല്ലോ. ആശാനിപ്പോ റോഡിലുണ്ട്. വിളിച്ചു പറഞ്ഞ അയാൾ വാങ്ങിച്ചോണ്ട് വരും. അതിന്റെ കാര്യമൊന്നുമില്ല. ബൈക്കിരിക്കല്ലേ, ഞാൻ പോയിട്ട് വരാം. മോനെ, ഒരു ചായ കുടിച്ചിട്ട് വാ. നിക്ക്. ഇപ്പൊ വേണ്ടമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. മോളെ വാ, വിശേഷങ്ങൾ ചോദിക്കണ്ടേ? വാ. ആ സജീവൻ അവിടെ വന്നോടി? അതിനുശേഷം പിന്നെ അവൻ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ അവൻ വിഷ്ണുവേട്ടനെ പുറത്തു വെച്ച് കാണാറുണ്ട്. അവനാണത്ര ശരിയല്ലെന്ന് നീ വിഷ്ണുവിനോട് പറയാത്ത എന്താ? എനിക്കെങ്ങനെ അത് വെട്ടി തുറന്ന് പറയാൻ കഴിയുമെന്ന്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വിഷ്ണുവേട്ട ആദ്യം ചോദിക്കുന്നത് അവൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നോന്നായിരിക്കും. വെറുതെ വടിയോട് തടി വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും അവൻ നിന്നെ തേടി പിടിച്ചു വന്നത് തന്നെയാ. പക്ഷെ നീ പേടിക്കുന്നോലൊന്നും ഉണ്ടാവില്ല. വിഷ്ണുവേട്ടനോട് എന്തേലൊക്കെ പറയാനുള്ള ധൈര്യം എന്തായാലും അവൻ കാണിക്കില്ല. അവൻ എന്ത് വേണമെങ്കിലും പറയാലോ. ചെവളയുടെ കാര്യം വിഷ്ണുവേട്ടനോട് ആദ്യം പറഞ്ഞത് തന്നെ അവനാ. ചെവളെ പറ്റി ഈ നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ അതിന് പേടിക്കുന്നേ? ചെവളെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് അച്ഛനായിരുന്നില്ലേ? സജി അതും പറഞ്ഞു. രേവതിയുടെ അച്ഛനും ഗുണ്ടകളുമായിട്ടാണോ കൂട്ടുകെട്ടെന്ന് ബിന്ദു എന്നോട് ചോദിക്കുകയും ചെയ്തു. അവളെന്തിനാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നേ? ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഭീഷണി അവളാ. അവളുടെയും വിഷ്ണുവേട്ടന്റെ കല്യാണം നടത്താനിരുന്നതാണത്രേ. അച്ചുവേച്ചി വിഷ്ണുവേട്ടനെ വശീകരിച്ച എന്നെ കെട്ടിച്ചതെന്ന് അവളിപ്പ പറയുന്നത്. എന്റെ ദൈവമേ, എന്തെല്ലാം പേരുദോഷങ്ങളെ ഈ കേൾക്കുന്നത്. വിഷ്ണുവേട്ടന്റെ അമ്മയ്ക്ക് ബിന്ദു എന്ന് വെച്ച ജീവന. അവളുടെ ഏട്ടനും വിഷ്ണുവേട്ടനും തമ്മിൽ എന്തോ വഴക്കുണ്ടായതിന്റെ പേരിലാ അവരുടെ കല്യാണം നടക്കാതെ പോയത്. അപ്പോ നിനക്ക് അവളൊരു കുരിശായല്ലോടി രേവതി?
ഇപ്പൊ കുരിശായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ആ SP യുടെ മോന. രാജീവൻ സാറുമായിട്ടുള്ള ചേച്ചിയുടെ വിവാഹം നടക്കാതെ വന്നപ്പോ വിഷ്ണുവേട്ടൻ എന്നോട് പലവട്ടം ചോദിച്ചതാ അച്ചുവേച്ചിക്ക് ആരെങ്കിലുമായിട്ട് അടുപ്പമുണ്ടോന്ന്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനിടയിൽ അയാൾ ബാങ്കിലേക്ക് കയറി വന്നത്. അച്ചുവേച്ചിയുടെ കാര്യങ്ങളൊക്കെ സജിക്കറിയാം. വിഷ്ണുവേട്ടനോട് പറയാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക അവൻ. അച്ചുവേച്ചി ഒരു കുഞ്ഞിന്റെ അമ്മയായ കാര്യമൊക്കെ വിഷ്ണുവേട്ടൻ അറിഞ്ഞാ എന്റെ ജീവിതം എന്തായി തീരുമെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. അച്ചുവേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്റേതെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ.